പോണോ അങ്ങോട്ട്? വലുതാ കിടന്നോ? ഇങ്ങോട്ട് വാ. എറണാകുളത്തിലോ? ആ വരുന്നേ. ഞാൻ പല്ലം തേച്ചോട്ടെ. മാറിയോ? രാത്രി ഭയങ്കര ചുമയാണ്. എല്ലാ പ്രാവശ്യം പെട്ട് 2 ദിവസം കൊണ്ട് മാറുന്നതാണ്. ഇതിപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി വരുന്നു. വേണ്ട. ഒന്നല്ല അയൽക്കൂട്ടം. നല്ല ചൂടാണോ? ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തിട്ടില്ല. ഓഫ് ചെയ്യണോ? കുഴപ്പമൊന്നുമില്ല. അത് എടുത്തിട്ട് വേണം തിരിച്ചൊഴിച്ച് പിന്നെ വെക്കാം. കണക്കട്ടെ. അയൽക്കൂട്ടത്തിൽ തേച്ചാക്കിൻ്റെ കാശടയ്ക്കാൻ. ഇന്ന് വെയിലാണല്ലോ, സൂപ്പർ വെയിൽ. പക്ഷേ കാറ്റുണ്ട്. ഇല്ല. ക്ഷീണമൊക്കെ ആയിട്ട് ഇവിടെ മാതളം കൊടുത്തത് 4 ദിവസമായിട്ട് ഇവിടെ അനങ്ങായിരിക്കുവാണല്ലോ. താറാമുട്ടയും ഏത്തക്കായും പാല്. എന്നോട് അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്നോട് അന്വേഷിച്ചെന്ന് പറയുന്ന നീ പറഞ്ഞോ? പ്രഭീത ചേച്ചി വിളിച്ചോ? നാട്ടിലുണ്ടല്ലോ. ഇപ്പം വെച്ചതേ ഉള്ളൂ. ഇപ്പൊ വെച്ചപ്പോഴാ നീ വന്നത്. മെസ്സേജ് എപ്പോഴും അവിടെ കിടക്കാൻ അവൾക്ക് എണീക്കാനും വയ്യ, ഒന്നും വയ്യ, അവിടെ കിടക്കുക. 180. വെയിൽ വന്നപ്പോൾ ഭയങ്കര ആവി അല്ലേ? നല്ല പണി ചെയ്യുന്നവർക്ക് ആവിയുണ്ട്. പണി ചെയ്യുന്നവർക്ക് നല്ല ആവി എടുക്കും. വീട്ടിലാർക്കെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വന്നാൽ ബോറല്ലേ? അവസ്ഥ വളരെ ബോറ്. പിള്ളേർക്ക് 2 പേർക്കും, ചേട്ടായിക്ക് അഹങ്കാരത്തിൻ്റെ വലിയ വേദന. മുടി അങ്ങ് മുട്ടടിച്ചപ്പേ നിങ്ങൾ 2 പേരും, നീ നിന്റെ മോളും.
രാവിലെ തൊട്ട് ഉച്ച വരെ നീ കിടന്ന് ഉറങ്ങിയതായതുകൊണ്ട് നിനക്ക് ഉറക്കമൊന്നുമില്ല. ഇന്നലെ ശാമ്പവിക്ക് ചുമ ഉള്ളതുകൊണ്ടേ ഒരു തുള്ളി ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ കുടിക്കാച്ച വെള്ളം തരാമല്ലോ മമ്മി. അല്ല കൊച്ചിൻ്റെ വെള്ളം ഇരിക്കുന്നേ. ജഗ്ഗിനകത്ത് വെള്ളം തരാം. രാവിലെ നേരം എടുത്ത വെള്ളം നേരം എടുത്താൽ വീണ്ടും വെള്ളമാണോ? അവിടെ കിടന്നിട്ടാ വീണ്ടും വെള്ളം. എല്ലാം വെള്ളം മതിയോ? എടുത്തിടുന്ന അതും വെള്ളം. ഫുള്ളും വെള്ളമാണോ? പിന്നെ ശ്യാമളമ്മയുടെ അച്ഛൻ രാത്രി മൊത്തം വെള്ളം ചോദിക്കും. കാക്കമ്മ ആരാ? ശ്യാമളമ്മയുടെ അമ്മ. എന്നാ പറ്റി? പനിയായപ്പോ വെളിവ് പോയോ? മതിയോ? അല്ല വെളിവ് പോയിട്ട് വന്നാണോ? ശ്യാമളമ്മയുടെ അമ്മയും ചേച്ചി മതിയോ? ആ മതി. വൈകിട്ടായപ്പോൾ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ. ഏത് തലവേദനയായിട്ട് കിടക്കുന്ന എനിക്കാൻ തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ടല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. തല ഭയങ്കര ഭാരം. ശാമ്പോയ്ക്ക് ചുമയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പകലൊക്കെ കുറവുണ്ട്, രാത്രിയിലാണ് സാധാരണ ചുമയ്ക്കുന്നത്. നാരായണിക്ക് വലിയ പ്രശ്നം കാണുന്നില്ല ഇന്നിപ്പം. ഞാൻ